ഈ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹായ് ഓൾ, മൈ നെയിം ഈസ് അവിനാഷ്. ദിസ് ഈസ് പാർട്ട് 1 ഓഫ് മൈ മിനോക്സിൽ സീരീസ്. എൻ്റെ 19-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് മുടി കൊഴിച്ചിൽ ഫേസ് ചെയ്യണത്. അന്ന് അത്യാവശ്യം മുടിയുള്ളതുകൊണ്ടും മുടി കൊഴിച്ചിൽ നോർമലാണെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇഗ്നോർ ചെയ്തു. കോളേജിൽ ജോയിൻ ചെയ്ത് ഒരു സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് പിന്നെ മുടി കൊഴിച്ചിൽ ഞാൻ വീണ്ടും നോട്ടീസ് ചെയ്യണത്. പക്ഷെ ഞാൻ അന്നും കാര്യമാക്കി എടുത്തില്ല, വീണ്ടും ഇഗ്നോർ ചെയ്തു. ദെൻ ദിവസങ്ങൾ കടന്നുപോയി. എനിക്ക് 20ആയി, 21ആയി. 21ലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് എൻ്റെ മുടി കൊഴിച്ചിൽ. കാരണം നമ്മൾ മുടി ഇങ്ങനെ തൊടാൻ കഴിയില്ല. അപ്പോഴേക്ക് കയ്യിലുണ്ടാവും ഒരുപാട് മുടി. പിന്നെ രാവിലെ നീച്ച് കഴിഞ്ഞാൽ മുടി തൊടാൻ കഴിയില്ല, കുളിച്ച് തല തുറത്താൻ കഴിയില്ല. 2023 എൻ്റെ കോളേജ് കഴിയണ സമയത്താണ് ഞാൻ എൻ്റെ മുടി ഇത്രത്തോളം കൊഴിഞ്ഞു പോയത് അറിയണത്. കാരണം നമ്മൾ കോളേജ് കഴിയുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് സംസാരിക്കുമല്ലോ. അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ഫ്രണ്ട് ഫോട്ടോ എടുക്കണ്ടായി. എൻ്റെ തലയുടെ മേലുന്ന ഫോട്ടോ എടുത്ത്. ഇപ്പോൾ ഫോട്ടോ ഇവിടുന്ന് ഇങ്ങനെ ആംഗിളിലാണ് വരിക. അന്നാണ് എൻ്റെ സ്കാൽപ്പ് ഇത്രയും വിസിബിളായത് ഞാൻ അറിയണത്. അന്ന് ശരിക്കും പറഞ്ഞ ഒരു മിനി ഹാർട്ട് അറ്റാക്ക് എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു. എന്താ ചെയ്യേണ്ട അറിയില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. കാരണം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല. കോളേജ് കഴിഞ്ഞ് എറണാകുളത്ത് പോയി. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് മിനോക്സിഡിലിനെ പറ്റി അറിയണത്. അങ്ങനെ എറണാകുളത്ത് നിന്ന് പോന്ന് തൃശ്ശൂരിലെത്തി. തൃശ്ശൂരിലൊരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ മിനോക്സിഡിലിനെ പറ്റി കൂടുതൽ നോക്കുന്നത്. അങ്ങനെ മിനോക്സിഡിലിനെ പറ്റി സെർച്ച് ചെയ്ത് അറിയാമല്ലോ, നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യും തോറും ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യും നമുക്ക് കൂടുതൽ ഇങ്ങനെ തരും. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ മാൻ മാറ്റേഴ്സിൻ്റെ ആഡ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. അവരുടെ ക്യാപ്ഷനിൽ പറയുന്നു അവർ 3 to 6 മാസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ അവരുടെ പേജിൽ കയറി നോക്കി. സൈറ്റിൽ നോക്കിയപ്പോൾ ഒരുപാട് മിനോക്സിൽ ഉണ്ട്. ഏത് യൂസ് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആഡിൽ കണ്ട മിനോക്സിൽ ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു ഡോക്ടർ വിളിച്ചു, ഒരു ഹിന്ദിക്കാരനെ വിളിച്ച്. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മലയാളത്തിൽ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മലയാളത്തിൽ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മലയാളി ഡോക്ടർ വിളിച്ചു. അങ്ങനെ മലയാളി ഡോക്ടർ എനിക്ക് വിളിച്ചു. അവർ ചോദിച്ചു കുടിക്കലുണ്ടോ, വലിക്കലുണ്ടോ, അച്ഛന് കഷണ്ടിയാണോ, താരനുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാനിതിലെല്ലാം മറുപടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ പ്രോബ്ലം ജനറ്റിക് ആണ്, സ്റ്റേജ് 3 ആണ്, നീ സ്റ്റേജ് 3 കിറ്റാണ് യൂസ് ചെയ്യേണ്ടത്. കൂട്ടത്തിൽ നീ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കൂടി യൂസ് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തായാലും മുടി പോവാണ്, എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ നമുക്ക് റിഗ്രറ്റ് ഇല്ലാതെ എന്ത് ചെയ്യുക, ഉള്ള കാലം കഴിച്ചു കൂട്ടാം. അങ്ങനെ ഞാൻ ഒന്നും ആലോചിക്കാതെ ആദ്യമായിട്ട് മാൻ മാറ്റേഴ്സിൽ നിന്ന് മിനോക്സിഡിൽ ഓർഡർ ചെയ്തു, യൂസ് ചെയ്യാൻ തുടങ്ങി. എന്നാലും നിങ്ങൾക്കുള്ള സംശയമാവും എന്തുകൊണ്ട് ഞാൻ മാൻ മാറ്റേഴ്സ് ചൂസ് ചെയ്തു. അപ്പോൾ മാൻ മാറ്റേഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ പാർട്ട് 2 വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 2 വീഡിയോ. ബൈ.